കേട്ടുകേൾവി മാത്രമുള്ള ഒരു പുതിയ ലോകത്തിലേക്ക് അല്പനിമിഷം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുകയാണ് ഈ കൊച്ചു കലോപഹാരം. നിങ്ങളെയും തേടി വരും. ജീവിത വ്യഗ്രതയോടെ ഓടി നടക്കുന്ന ഹേ മനുഷ്യ, നിന്റെ ജഡികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നീ എന്തെല്ലാമാണ് ചെയ്യുന്നത്? നാശത്തിന്റെ പടുകുടിയിലേക്ക് നീ നിവദിക്കുന്നില്ലേ? നിന്റെ താളം തെറ്റിയ ജീവിതത്തിൽ നിന്നും, ജഡികമായ സുഖഭോഗങ്ങളിൽ നിന്നും, പിശാചിന്റെ അടിമത്തത്തിലേക്ക് വളരുന്ന നിന്നിലേക്ക് തന്നെ നീ ഒരു നിമിഷം തിരിഞ്ഞു. ഈ ലോകത്തിൽ നീ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും നിങ്ങളെയും തേടി വരും. ഐഡന്റിറ്റി കാർഡ് അതല്ല മൂമേ. അയ്യോ സോറി ചേട്ടത്തി. അങ്ങനെ അതാ അവിടെ ഒരാളിരിക്കുന്നത് കണ്ടു. അദ്ദേഹമാണ് വിശുദ്ധ പത്രോസ്. അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാൽ പ്രവേശനത്തിനുള്ള NOC കിട്ടും. എന്നാലേ ഇങ്ങോട്ട് കടത്തിവിടുകയുള്ളൂ. നേരത്തെ പറഞ്ഞാ പോരെ? മോനെ പത്രോസേ, നമസ്കാരം. എനിക്ക് ആ സ്വർഗത്തിലേക്കുള്ള നോസി ഇങ്ങനെ. ചേട്ടത്തിയുടെ പേരെന്താ? കമ്പ്യൂട്ടറിൽ കാണുന്നില്ല. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യൂ, നോക്കട്ടെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തറവാട്ട് മഹിമ അനുസരിച്ച് എന്റെ പേര് ആദ്യത്തെ ലിസ്റ്റിൽ വരേണ്ടതാ. അതെങ്ങനെയാ? ജീവിച്ചിരിക്കുമ്പോ കേട്ടോ നെഞ്ചൊരു സ്നേഹായിരുന്നു. 5-6 കൊല്ലം മുമ്പ് അധ്യാൻ ഇങ്ങോട്ട് പോന്നേ. ഒരു സീറ്റ് പിടിച്ചു വയ്ക്കാൻ. ഞാനങ്ങോട്ട് ചൊല്ലട്ടെ, ആദ്യാൻ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. മോനെ പത്രോസേ, എന്റെ പേരൊന്നും കൂടി സൂക്ഷിച്ചു നോക്കി. അതിന് മരിച്ച സംസ്കാരം കഴിഞ്ഞാലേ ഈ കമ്പ്യൂട്ടറിലേക്ക് പേര് വരും. അത് ശരി.
ആലിസ്. ആനമൂട്ടിൽ തോമസ്. മോളെന്താ ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങോട്ട് പോരാൻ? ഞാനും എന്റെ ചേട്ടനും ഒരു കാർ അപകടത്തിൽ ഞാൻ തൽക്ഷണം മരിച്ചു. എന്റെ ചേട്ടൻ രക്ഷപ്പെട്ടു. അയ്യോ, കഷ്ടായി പോയി. എന്നാൽ ഞാൻ പോട്ടെ. ആനമൂട്ടിൽ തോമസ് ഭാര്യ ആലീസ് ഞാൻ തന്നെയാണ്. നിന്റെ കുടുംബം തിരുകുടുംബം പോലെ ഒരു മാതൃകാ കുടുംബമാകും. നീ അനുഭവിച്ച കഷ്ടതകളും ക്ഷമയും സഹനങ്ങളും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കും. ദരിദ്രരെയും രോഗികളെയും കഷ്ടത അനുഭവിക്കുന്നവരെയും യേശുവിന്റെ നാമത്തിൽ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥനയിലൂടെ അവരെ സഹായിക്കുകയും ചെയ്ത നിനക്ക് നിത്യ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. പോയിക്കൊള്ളുക. മോനെ പത്രോസേ, എന്റെ പേര് കണ്ടുപിടിച്ചോ? ഇത്രയും നേരം അത് തന്നെയാ നോക്കിയിരുന്നത്, കണ്ടില്ല. അവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അമേരിക്കയിൽ നിന്ന് ജോസുട്ടി എത്തി കാണില്ലേ? അതാവും ഇത്ര താമസം. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, അവിടെ തീരെ റേഞ്ച് കുറവാ. വർഗീസുട്ടിയല്ലയോ? ഇതമ്മച്ചിയുടെ മോനെ. ഐസുള്ള ചില്ലുകൂട്ടിലാ. ഇപ്പഴെന്റെ മക്കളെന്നെ ശരിക്കും സ്നേഹിക്കണേ. ഡാ, നല്ല വില കൂടിയ മഞ്ചി ആയിക്കോട്ടെട്ടാ. നിറച്ച് പൂക്കൾ ഇടണം. 5 അച്ഛന്മാരാ, അതൊന്നും പോരാ. അച്ഛന്മാരെ കിട്ടാലെന്നാ. ദേ, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, മെത്രാനെ ചെല്ലാണ്ട് എന്റെ ശവം തൊട്ട് പോരുതെന്ന്. പിന്നീടാ സിനിമ പിടിക്കണം. അത് തന്നെ വീഡിയോ. ജോസുട്ടിക്ക് അമേരിക്കയ്ക്ക് കൊണ്ടുപോകണ്ടടാ. പിന്നെ മക്കളും മരിയക്കളും ഒക്കെ ചുറ്റൂരുന്ന് കരയണില്ലേ? തോണിട്ടിയുടെ ഭാര്യ മഹാകളിയ. കഴുത്തിനൊന്നാ കൊടുത്തിട്ടിരുന്ന് കരയാൻ പറ. വേണമെങ്കിൽ ഒരു മൈക്ക് സെറ്റ് വെച്ച് കൊടുത്തടാ. 4 ആള് കേക്കട്ടെ. അല്ലെങ്കിൽ നാട്ടുകാരെന്താ വിചാരിക്കുക? ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അല്ല പത്രോസേ, എന്റെ പേര് കണ്ടോ? ഇല്ല ചേട്ടത്തി, നിങ്ങളുടെ പേര് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. എന്തു പറ്റി? ഒന്നും പറയണ്ട. ഒരു കളവ് കേസിൽ പിടിച്ചതാ. അപ്പൊ കള്ളനാണല്ലേ? അങ്ങനെ പറയരുത്. അത് എന്റെ ഒരു തൊഴിലാണ്. ഓ, ശരി ശരി. എന്നിട്ട് ഒരു അമേരിക്കക്കാരന്റെ വീട്ടിലേക്ക് കയറി 10,000-40,000 രൂപ കിട്ടി. പോരുന്ന വഴിക്ക് ആ വീട്ടിലെ ഒരു കുരുത്ത കെട്ട തള്ള ഓർക്കത്തിന്ന് ചാടി എഴുന്നേറ്റിന്ന് വന്നു. തള്ളയുടെ കഴുത്തിലാണെങ്കിൽ 10-12 പവന്റെ താലിമാല. അത് പൊട്ടിക്കാൻ കഴുത്തിലേക്ക് കൈവച്ചതും എന്തോ ഒരു സാധനം എടുത്ത് ആ തള്ളന്റെ തലയിൽ ഒറ്റയടി. ഓ, കൊറേ നാട് കഴിഞ്ഞ് ഈ കുറവടയാളാക്കി പോലീസ് എന്നെ പൊക്കി. ലോക്കപ്പെട്ട് ഇടിച്ചിടിച്ച് അതുവരെ നടന്ന എല്ലാ കളവ് കേസും
ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. വഞ്ചിച്ചും കലഹിച്ചും മോഷ്ടിച്ചും സ്വാർത്ഥമതികളായവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ദൈവവചനത്തെ അനുസരിക്കാതെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നീ തന്നെ നിനക്ക് നിഷേധിച്ചിരിക്കുന്നു. പിന്നെ രണ്ട് മാലാഖമാര് വന്ന് ആനയിച്ചു കൊണ്ടുപോവുകയും ചെയ്തല്ലോ. എന്താ കാര്യം? ചേട്ടത്തി, ഇങ്ങനെ പല കുട്ടികളും ഇവിടെ വരാറുണ്ട്. പല അച്ഛനമ്മമാരുടെയും ക്രൂര കൃത്യങ്ങളാൽ ജനിച്ചും ജനിക്കാതെയും കൊല ചെയ്യപ്പെടുന്ന കുരുന്നുകൾ. അവർ ദൈവതുല്യരാണ്. പിതാവായ ദൈവത്തിന്റെ ഓരോ അംശങ്ങളാണ്. അവർക്കുള്ള സ്ഥലം വെറും സ്വർഗമല്ല, ദൈവസന്നിധിയാണ്. ദൈവത്തെ കാണുന്നതും ഈ ആത്മാക്കളെ കാണുന്നതും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് വണങ്ങിയത്. അപ്പൊ എന്റെ ജോസൂട്ടി ഇതുപോലെ രണ്ടെണ്ണത്തിനെ കൊന്നു കളഞ്ഞിരിക്കണേ. അങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കൾ എന്തെല്ലാം സൽകൃത്യങ്ങൾ ചെയ്താൽ അവരുടെ ആത്മാക്കൾക്കുള്ള ഇടം നരകമാണ്. അപ്പൊ എന്റെ ജോസൂട്ടിയും കെട്ടിയോളും മരിച്ച നരകത്തിലേക്കാണോ പോവാ? അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലേ പത്രോസേ? അവരുടെ തെറ്റുകൾ സ്വയം തിരിച്ചറിഞ്ഞ് പ്രായശ്ചിത്തം ചെയ്ത് ദൈവത്തോട്
ജീവിതകാലം മുഴുവൻ സൽകൃത്യങ്ങൾ ചെയ്ത് ജീവിക്കണം. അപ്പോൾ അവർ ക്രൂരമായി കൊന്നുകളഞ്ഞ ഈ കുഞ്ഞുമ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം ആ കുരുന്നുകളുടെ പ്രാർത്ഥന ശ്രവിക്കും. ക്ഷമിക്കുന്ന ദൈവം അവരുടെ അപേക്ഷ സ്വീകരിക്കും. എന്റെ കർത്താവേ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? അവർക്ക് ഈ കാര്യം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് ഭൂമിയിലേക്ക് പോവാനും കഴിയില്ലല്ലോ. ഇതെല്ലാം അറിയാനും മനസ്സിലാക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കാനും ധാരാളം ആളുകളും മാധ്യമങ്ങളും അവർക്ക് എല്ലാം അറിയുകയും ചെയ്യും. അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന തെറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ശിക്ഷ ഉറപ്പാണ്. എന്റെ ജോസൂട്ടി, നിന്റെ കാര്യം കട്ട പോകാം. എന്താ മോനെ, കോളേജിലൊക്കെ ചെത്തി നടക്കേണ്ട പ്രായത്തിൽ ഇവിടെ കൂട്ടുകാരിൽ നിന്നും പഠിച്ച ദുശീലം ജീവിച്ച് കൊതി തീരും മുമ്പ് എന്നെ ഇവിടെ എത്തിച്ചു. ഒരു യുവാവായ നിനക്ക് എന്തു ദുശീലം? ഞാൻ ഒരു M.Com വിദ്യാർത്ഥിയാണ്. ഹാൻസും പാൻപരാഗും ഞാൻ സ്ഥിരമായി ഉപയോഗിച്ചു. പലരും എന്നെ ഉപദേശിച്ചിട്ടും ഞാനത് തുടർന്നു. എനിക്ക് ക്യാൻസർ രോഗം ബാധിച്ചു. എന്റെ മാതാപിതാക്കൾ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടി സമ്പാദിച്ച 8 ലക്ഷം രൂപ എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കി. പക്ഷേ ഞാൻ രക്ഷപ്പെട്ടില്ല. അനുഭവിച്ചോ. ഇന്നത്തെ എല്ലാ ചെറുപ്പക്കാരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാ. ഇവന്റെ മരണവാർത്ത അറിഞ്ഞെങ്കിലും ജീവിച്ചിരിക്കുന്ന ചെറുപ്പക്കാര് ഈ വക ദുശീലങ്ങളിൽ നിന്നൊന്ന് പിന്തിരിഞ്ഞെങ്കിൽ. ദീപക് കുഴിപ്പറമ്പിൽ വീട്. മകനെ, ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. മദ്യപാനം, മയക്കുമരുന്ന്, ശത്രുത, കലഹം, വ്യഭിചാരം, മതിലോത്സവം, അസൂയ, കോപം എന്നീ ജഡിക വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് നിനക്കറിയില്ലേ? ജഡികാസക്തികളെ മാത്രം മോഹിച്ച് നീ തന്നെ തിരഞ്ഞെടുത്ത നിത്യ നരകാഗ്നിയിലേക്ക് പോയിക്കൊള്ളു. നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത കൊച്ചു കൊച്ചു പാപങ്ങളുടെ ഫലമായി നിങ്ങളുടെ പേര് അവസാന വിധിയുടെ കണക്ക് പുസ്തകത്തിൽ എത്തിയിട്ടില്ല. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്നു. ശുദ്ധീകരണ സ്ഥലത്താണ് നിങ്ങൾ. ഇവിടുത്തെ കണക്ക് പുസ്തകത്തിൽ എന്റെ പേര് വരാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? നിരന്തരമായ പ്രാർത്ഥന
അതിനുള്ള പൊൻവഴി. പക്ഷേ നിങ്ങളത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സമയത്ത് ചെയ്തില്ല. ഇനി അതിന് കഴിയുകയും. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ, സ്ഥിരമായ ഒരിടം ലഭിക്കാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് വിലപിക്കും. ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വേദനയും പേറി അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ആത്മാക്കൾ സ്വർഗരാജ്യത്തിലെ നിത്യസൗഭാഗ്യം സമാധാനവും അനുഭവിക്കാൻ ശുദ്ധീകരണ സ്ഥലത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മാക്കൾക്ക് മോചനമില്ലേ? മകളെ ത്രേസ്യ, ത്രേസ്യ, നിനക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും മോചനം ലഭിച്ചിരിക്കുന്നു. നിന്റെ മക്കളുടെയും ബന്ധുമിത്രാദികളുടെയും വർഷങ്ങളോളം നിനക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥന മൂലം നിനക്ക് മോക്ഷം ലഭിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ എന്റെ പിതാവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക.